അങ്ങനെ ഞങ്ങൾ 4-ാമത്തെ ദിവസം അമൃത്സറിലെ ശ്രീ വിഷ്ണു റെസിഡൻസിയിൽ നമ്മൾ താമസിച്ചത്. ഇതൊരു റൂമിലാണ് താമസിച്ചത്. മിസ്ബായി ഗ്രൂപ്പിന്റെ ടീം. നല്ല തണുപ്പുണ്ട്, സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. പിന്നെ നല്ല വൃത്തിയുള്ള ടൗണ് വേണ്ടല്ലോ. സ്ട്രീറ്റെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട്, ക്ലീനാണ്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. ഇതിൽ ഇതാരാ? നമ്മൾ ഇക്കല്ലേ? ഇക്ക അസ്സലാമു അലൈക്കും. ഞാൻ വിചാരിച്ചു 7 വരെ 8:30 വരെ ചായ ഒന്നും കിട്ടൂല, മിസ്ബായിന്റെ പറഞ്ഞിട്ടേ. നമ്മളെ ഇക്കല്ലേ വിളിച്ച് രാവിലെ തന്നെ ചായ കുടിച്ചു. നിങ്ങൾ ഇങ്ങനെ ഉറങ്ങി കളിച്ചിട്ടല്ലേ ഇക്ക? എണീറ്റൂടില്ല, പുറത്തിറങ്ങി കുറച്ച് തണുപ്പെല്ലാം കൊള്ളി. കുറച്ച് കഴിഞ്ഞാ പിന്നെ ചൂടാവും. പിന്നെ രാവിലത്തെ നടത്തതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല ആരോഗ്യത്തിന് നല്ലതല്ല? ഈ ഇങ്ങനെ കാണുന്നതിന്റെ സുഖം ബസ്സിൽ നിന്ന് കാണാൻ പറ്റുമോ? അതെ, ടൗണിലോട്ട് വന്ന് 2 റൗണ്ട് അടിച്ചാൽ നമ്മളെ അങ്ങനെ ഉണ്ടല്ലോ, കാണാനും ജീവിതം കാണാനും എല്ലാം മനസ്സിലാവും. അതാണ്. അതെ 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 അതെ, റൂമിൽ കടത്ത ഉറക്കൂല നമുക്ക്. അതെ അതെ, കറക്റ്റ്. നമുക്ക് എന്താ അതെ അതെ 100%. അതൊരു രസം വേറെ തന്നെ. അതെന്താക്കാൻ പറ്റൂല, ബസ് ഇങ്ങനെ കയറി കണ്ടാലൊന്നും കളിച്ചു. അയ്യോ നമുക്കൊരു ഈ ഗോൾഡൻ ടെമ്പിളിലേക്ക് ഒന്ന് നടന്നിട്ട് എന്താക്കാം, ആ റൂട്ടിലോട്ട് തന്നെ അവിടെ ചെറിയൊരു സിറ്റി ഉണ്ട്, ഒരു മാർക്കറ്റ്, അതിലൂടെ തന്നെ നടക്കാം നമുക്ക്. ഇതാ ഉസ്താദ് വരട്ടെ. കൈ വീശി നമ്മൾ അമീർ വേണ്ടി മറ്റേ ഉറങ്ങാൻ സമ്മതിച്ചില്ല നമ്മള്. രാവിലെ തന്നെ വന്നോളിന്ന് പറഞ്ഞ് കുടിച്ചോളി. പഞ്ചാബിലെ അസൽ ചായ ഉണ്ടായിരുന്നു. പിന്നെ പിടിയാണ്ട് ഇങ്ങനെ മേലോട്ടേക്ക് ഉണ്ടാവും. ഇത് സൈഡില്ലാത്ത എന്താ 3 ആക്കണ്ട ചായക്ക് 3 സ്പൂൺ ചായപ്പൊടി, വെള്ളത്തിൽ നല്ല ഗ്യാസ് കൊടുത്ത്. ഇനി എന്താക്കും, പാൽ ഒഴിച്ചു പോലും. അതാ പ്രതീക്ഷിക്കുന്നത്, പക്ഷെ വെള്ളം മുക്കിയെടുക്കണം. പന്നിക്കല്ലേ? പാൽ 1 2 വഹിക്കുന്നില്ല, 3 മതി. അപ്പൊ ചായ ഉണ്ടാക്കുന്ന ഇത് ജ്വല്ലറി സ്ട്രീറ്റാ. മറ്റേ ബാംഗ്ലൂരിലും കാണുന്ന പോലെ ഒരു ഇതില്ല. മാർക്കറ്റിൽ പോയാൽ ലൈറ്റിനൊരു സ്ട്രീറ്റ്, മൊബൈലിനൊരു സ്ട്രീറ്റ്, പിന്നെ ഹൗസ് ഹോൾഡിനൊരു സ്ട്രീറ്റ്. അതുപോലെ ഇത് ജ്വല്ലറി സ്ട്രീറ്റ്. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ഭാഗം ഇത്. എന്താ പറയുക, ആളുകളായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ടൈം 7:50. ഇപ്പോഴത്തെ നല്ല ക്ലൈമറ്റാണ്. ഉച്ചക്ക് ചൂടുണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാലും ചൂട് സീസണായി തുടങ്ങിയിട്ടില്ല. നല്ല എന്താ പറയുക, നല്ല ആംബിയൻസിൻ്റെ സ്ഥലമാണ്. 8 മണിയായിട്ടേ ഉള്ളൂ. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുന്നിലല്ലേ. ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, പുറത്തെ ഭാഗമാണിത്. നല്ല ക്ലൈമറ്റ്. ഒന്ന് നടക്കാൻ ഇറങ്ങിയ ടൗണും കാര്യങ്ങളും മാർക്കറ്റെല്ലാം. നമ്മൾ പൊതുവെ ഒരു വാക്കിങ് അതന്നെ. അതൊന്ന് ഇവിടുന്ന് വന്നിട്ട് നല്ല ചായ കുടിച്ചു. എങ്ങനെയുണ്ട് ചായ? നല്ല റാഹത്തുള്ള ചായ. അങ്ങനത്തെ ഉദ്ദേശിച്ച അങ്ങനത്തെ ഒരു ചായയും കുടിച്ച് ഇങ്ങനെ നമ്മളൊരു വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. നമ്മളെ കുട്ടിക്ക് പോയാ കുട്ടിക്കുണ്ട് നമ്മളെ കൂടെ. ഓക്കെ, ഇവിടുത്തെ സ്ഥലങ്ങള് വെള്ള മാർഗം അല്ലേ. നമുക്കിനി എന്താ ആ സൈഡിലോട്ട് പോവാ.
വേറൊരു സൈഡ് ഇതൊന്ന് കാഴ്ച കുറച്ചുകൂടെ നമുക്ക് മൈക്കുമാണ് ഇത് നമ്മുടെ സൗണ്ട് അങ്ങ് എത്തൂല കുറച്ചെല്ലാം കിട്ടും അല്ല ഈ ഒരു ക്ലിയർ ഉണ്ടാവില്ല അപ്പൊ അതിനൊരു 500 രൂപ നഷ്ടം നോക്കണ്ടേ അല്ലേ ഉണ്ടെങ്കിൽ ഞാൻ എന്താക്കുമല്ലോ നമുക്ക് സംസാരിക്കുന്നതിനെ കുറച്ചുകൂടി കിട്ടും പിന്നെ ജാലിയൻവാലാബാഗിനെ കുറിച്ചെല്ലാം പറയണേ സ്ഥലങ്ങളിലും ഇതാ കുട്ടിക്ക് അവിടുന്ന് ശ്രമിക്കുന്നുണ്ട് ടിക്ക പറഞ്ഞല്ലോ രാവിലെ ഒരു നടത്തം അവർക്ക് നിർബന്ധമാണ് ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു വേറെ തന്നെ ഒരു രസല്ലേ ഇങ്ങനെ കുട്ടിക്കാ ആണ് കാര്യങ്ങൾ പിന്നെ അപ്പൊ നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ ഇവിടെ എത്തി ഇനി എന്താക്കോ ഒഫീഷ്യൽ ആയിട്ടുള്ള വരുത്താം ഒരു 12 മണിയായാലും എല്ലാരെയും കൂട്ടിട്ട് ഉള്ളിൽ കയറിയിട്ട് ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളില് പല ഓരോ ഏരിയയില് പണ്ട് മറ്റേ 1986 ഇവിടെ ഒരു ആക്രമണം നടന്നു ഇവരല്ല മറ്റേ ഖലിസ്ഥാൻ വാദികളെ അപ്പൊ ഇന്ദിരാഗാന്ധിന്റെ കാലത്ത് അതെല്ലാം മറ്റേ ബഡിയോ കൊണ്ട് പാടെല്ലാം ഇപ്പൊ കാണാൻ പറ്റും നല്ലൊരു ഇതാണ് ചരിത്രമാണ് അതെല്ലാം നമുക്ക് എന്താക്കാം പിന്നെ നമ്മളെ ഗോൾഡൻ ടെമ്പിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് എൻ്റെ ഷെട്ടോണിക്കാൻ എന്തായിട്ടുണ്ട് ഇവിടെ സജീവമായിട്ടുണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലം ചെരുപ്പ് എന്താ നമ്മളെ അമീർ പറയുന്ന ചെരുപ്പ് ഷോപ്പിൽ പോയിട്ട് ഒന്ന് ചെരുപ്പിന്റെ റേറ്റ് ഒന്ന് അറിയണം ചോദിക്കുന്ന ചെരുപ്പ് ഷോപ്പിലേക്ക് നല്ല നല്ല ഷാളുകൾ നല്ല ചെരുപ്പുകൾ പഞ്ചാബി സ്റ്റൈല് പല സാധനങ്ങളും എല്ലാം കളർഫുള്ളാണ് എല്ലാം കളർഫുൾ അല്ല അത് ശ്രദ്ധിക്കും അതുകൊണ്ട് അല്ല ഷാള് വാങ്ങിയാല് ഈ അട്ടാരി മോഡലില്ല ആയിരക്കണക്കിന് ആൾക്കാർ കൂടി നിൽക്കും അപ്പൊ ഇല്ല നമുക്കിപ്പോ ഫോട്ടോയിൽ എടുക്കുമ്പോ ഒന്ന് കാണണമെങ്കിൽ ഇതാ ഈ ഷാളുള്ള ആളാന്ന് തിരിഞ്ഞോണ്ട് വെച്ചിട്ടാ കളർഫുള്ളേ ഞാൻ കണ്ടിന് ഇന്നലെ ഇട്ട പോച്ചേ ഇന്ന് വേറെ ഷാൾ കേട്ടോ ഇന്നലത്തെ ഷാള് ബർക്കത്തിന്റെ ഷാളാണ് 18 ഞാൻ മിസ്ബായ് കോളേജ് പഠിക്കുമ്പോ പിന്നെ മിസ്ബായ് എന്ന് പറഞ്ഞിട്ട് കോളേജ് ഉണ്ട് അപ്പൊ കോളേജ് പഠിക്കുമ്പോ മൂര്യയുടെ സമസ്താദും കുറെ കുട്ടികൾ ഈ ഏർവാടി പിന്നെ നാഗൂറുള്ള വിഹാരത്തിന്റെ സമയത്ത് കോളേജ് സന്ദർശിക്കുന്നുണ്ട് എവിടെ പോയാലും നമ്മള് തുടക്കത്തിലൊരു വിപ്ലവം ഉണ്ടാക്കുമല്ലോ അതെ പോയാൽ നമ്മൾ എന്താക്കി പോയ അഡ്രസ് ഉണ്ടാക്കി പുസ്തകം കൊണ്ടുവന്ന അടുത്ത അശ്രത്തമാർക്ക് ഭയങ്കര കാര്യമായി കാരണം 120ഓളം കുട്ടികള് ബസ്സിലല്ലേ വരുന്നത് അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ പുസ്തകത്തിന് അവര് ഷാളാണ് ചോദിച്ചത് ആ ഷാൾ എനിക്ക് തന്നതാണ് 18 കൊല്ലായി 18 കൊല്ലം യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയാ അങ്ങനെ യൂസിങ് അല്ല ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവസരങ്ങളിൽ മാത്രം എടുക്കുന്ന യൂസ് ചെയ്യുന്ന അതൊരു 100ഓളം ആൾക്കാരെയും കൂട്ടി ഒരു വർക്കത്തും കൂടിയാണ് അതിന്റെ ഒരു ഓർമ്മ അങ്ങനെയുണ്ട് ഇതാണ് നമ്മളെ മെയിൻ ടൗണാണ് ഇത് ഓക്കെ അപ്പൊ നമ്മൾ ജാലിയൻവാലാബാഗിന്റെ ഉള്ളില് കയറിക്കാണ് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അപ്പോ എന്താ പറയുക ഇവിടെ വരണം ഇവിടെ വന്നിട്ട് നമ്മളെ ഇപ്പോൾ ഇതല്ലല്ലോ ഒരു കൺട്രോൾ കാര്യങ്ങളുണ്ട് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇതെല്ലാം ചെയ്ത് അയ്യൊരു സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഈ സ്ഥലം അതന്നെ തന്നെ ഏകദേശം ഇവിടെ 1919 ആണ് ഇപ്പൊ അത് നല്ല രസമല്ലേ പറ ജാലിയൻവാലാബാഗിന്റെ ചരിത്രം എന്തെങ്കിലും പറയണ്ട ഇപ്പൊ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് വിശദീകരിച്ചു കൊടുക്കാം നമ്മുടെ ടീമിലുണ്ടാകുമ്പോ ആയിക്കോട്ടെ 12 മണിന്റെ ശേഷമാണ് അതിന്റെ മെയിൻ ഇതാണ് അതിന്റെ സ്തൂപാണ് കാണുന്നത് അവിടെ നിന്നാണ് ഇതാണ് പഞ്ചാബിലെ
അമൃത്സറിൽ സ്ഥിതി ചെയ്യുന്ന ജാലിയാൻ വാലാബാഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവം നടന്ന 1919 ഏപ്രിൽ 13. ആ ഏപ്രിൽ 13 ജാലിയാൻ വാലാബാഗിലെ കൂട്ടക്കൊലയാണ്. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഡയർ ആണ് ഈ കൂട്ടക്കൊലക്ക് ഉത്തരവ് നൽകിയത്. ഈ കയറി വന്ന വഴിയില്ല, അവിടുന്നാണ് കൂട്ടക്കൊലയും കാര്യങ്ങൾ നടന്നത്. ഈ ഒരു ഇടുങ്ങിയ ഒരു വഴിയുണ്ട്, ഈ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ. ഇപ്പോഴും ആ നിർമ്മിതി അതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏകദേശം 1000-ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് ഏതാണ്ട് 20,000-ത്തിനടുത്ത് വരുന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജാലിയാൻ വാലാബാഗ് എന്ന സ്ഥലത്ത് ഒരു യോഗം ചേരുന്നത് വിവരം അറിഞ്ഞ ഈ ഒരു ഡയർ, ഈ ഒരു ബ്രിട്ടീഷ് സേനാധിപന് അങ്ങോട്ടേക്ക് എന്താക്കി, ഒരു പ്രകോപനം ഇല്ലാണ്ട് ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചതാണ്. അതിന് പട്ടാൾക്കാർ വേണ്ടുന്ന ഉത്തരവിട്ട് അങ്ങനെയാണ് ഈ പറയുന്ന 1000-ഓളം ആൾക്കാർ, എന്നുവെച്ചാൽ 500 മുതൽ 1000-ഓളം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് കണക്ക്. എന്നുവെച്ചാൽ ഈ ബ്രിട്ടീഷുകാരെ തോക്കിനുള്ളിൽ ഈ ഒരു ഉണ്ട തീരുന്നവരെ എന്താക്കിയിട്ടുണ്ട്, വെടിവെച്ചിട്ടുണ്ട്. 1650 റൗണ്ട് പട്ടാളക്കാർ വെടിവെച്ചെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു തിര ഉണ്ടല്ലോ, ഈ പൊട്ടിക്കഴിഞ്ഞാലുള്ള തിര, അതിന്റെ കണക്കെടുത്തിട്ടാണ് ഈ ഒരു കണക്ക് പറയുന്നത്. പിന്നെ എന്താക്കിയിട്ടുണ്ട്, ഈ ഡയർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഈ ഒരു ഉദ്യോഗസ്ഥനെ ബ്രിട്ടീഷ് ആരെന്താക്കിയിട്ടുണ്ട്, ഈ ഒരു സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഈ ഒരു കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും നാണം കെട്ട ഒരു ചരിത്രമാണ് ഈ ഒരു കൂട്ടക്കൊലയായിട്ട് ഇവർ കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു സ്മാരകവും കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇത് 1963 ഈ ഒരു സ്മാരകം ഇവിടെ ഇതാക്കി നിർമ്മിച്ചത്. ഇതാണ് ഈ ഒരു കിണർ ജാലിയാൻ വാലാബാഗിലെ. ഈ ബ്രിട്ടീഷുകാർ കൊന്നു തള്ളിയ കിണർ. എൻ്റെ ചുറ്റോടെ ഇത് കാണുന്നട്ടാ. ജാലിയാൻ വാലാബാഗിൽ ആ സമയത്ത് വെടിവെച്ചവരെല്ല വെടികൊണ്ടായി പാടുകളായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടു കവിന, ഇതാണ് ആ ഷൂട്ട് ചെയ്ത സമയത്തുള്ള വെടികൊണ്ട പാടുകളായിരുന്നു. ഓക്കെ, വെടികൊണ്ടാ. ഇപ്പൊ ജാലിയാൻ വാലാബാഗിൽ നിന്ന് അമീറിനൊപ്പം പിന്നെ അമീറിനൊപ്പം സേഫ് വരോത്ത് വ്ളോഗ്സ്. ഇന്ന് 4ാമത്തെ ദിവസമായിട്ട് നമ്മളെ യാത്രേൻ്റെ. മുംബൈയിൽ ഒന്ന് പ്രധാനപ്പെട്ട ഇറങ്ങി, പിന്നെ പഞ്ചാബിൽ മുംബൈയിൽ നിന്ന് പഞ്ചാബിലേക്ക് എത്താൻ ഏകദേശം 30 മണിക്കൂർ ട്രെയിൻ യാത്രയാണ് എടുത്തത്. ട്രെയിൻ യാത്ര വിശപ്പൊന്നുമില്ലായിരുന്നു. ഒരു ചൂട് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ചൂടൊന്നുമില്ല. ചൂട് തുടങ്ങുന്നതായിട്ട് ഈ ഒരു നോർത്ത് ഭാഗത്ത്. അതേസമയം അവിടുത്തെ യാത്രക്കാരടക്കം പറഞ്ഞത് സൗത്തിലാണ് ഇപ്പോൾ ചൂട് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തത്. കാരണം മുംബൈയിൽ പോയപ്പോൾ അവിടെ നല്ല ചൂടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഇവിടുത്തെ ഇതുവരെ നല്ല ക്ലൈമറ്റാണ്, വലിയ വിഷയമൊന്നുമില്ല. അധികം തണുപ്പുമല്ല ചൂടുമല്ല. ഇനി ഇത് മുംബൈയിൽ നിന്ന് നമ്മൾ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ഗോൾഡൻ ടെമ്പിൾ, പിന്നെ ഈവനിങ്ങിലുള്ള അട്ടാരി ബോർഡർ, വാഗ ബോർഡർ. ഈ ഒരു ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറിമണി, ഫ്ലാഗ് എന്താ താത്തുന്ന സെറിമണി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ 9 മണിക്ക് രാത്രി അമൃത്സറിന് ട്രെയിൻ, 12 മണിക്ക് ട്രെയിൻ ഡൽഹിയിലേക്ക്. ഓക്കെ, ഡൽഹിയിലേക്ക് ട്രെയിൻ. പഞ്ചാബിൽ വന്ന ടുക്ടുക്കിൽ കാരണം ഈ തായ്ലാൻഡിലുള്ള കാണുന്ന ഒരു സാധനം ടുക്ടുക്ക്, അതുപോലത്തെ ഒരു ഓട്ടോറിക്ഷ. ഓക്കെ, നമ്മുടെ അമീറെല്ലാം കൂട്ടി നമ്മുടെ റൂമിലേക്ക് ടുക്ടുക്ക് വണ്ടിയിൽ കഴിഞ്ഞിട്ട് പോവാം. ഇതൊരു രസമാണ്. അതും കാരണം ഇങ്ങനെ എന്തായാലും വരാ. നമ്മൾ 4ാമത്തെ ദിവസത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പഞ്ചാബി സ്റ്റൈൽ ഫുഡ്, പഞ്ചാബി സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് കേട്ടോ. അങ്ങനെയുണ്ട് ഫുഡ്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? മോശമല്ല, നല്ല അതല്ല പോരെ, ഒരു ഇതില്ലാത്ത ഒരു ആവേശമില്ലാത്ത. എന്നാ പറ, നിങ്ങൾ കഴിച്ചതാണ് അത് കഴിക്കണ്ടല്ലോ. മസാല ദോശ കഴിച്ചേ.
നാലാം ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ അമീറിനൊപ്പം വന്ന് എന്നാ മലേഷ്യ റെസ്റ്റോറന്റ് AC റെസ്റ്റോറന്റ് തന്നെ ആരുടെ AC കാണുന്നുണ്ടോ അത് ഈ കുത്തിനെ കാണുന്ന പിന്നെ ബർഗറാ രാവിലെ തന്നെ പഞ്ചാബില് ഫുഡ് നല്ല ടേസ്റ്റാന്ന് പൊതുവെ എന്താണ്ട് ചോല ഭട്ടൂരി കണ്ട് ഇന്നലെ രാത്രി കഴിച്ചു. അടിപൊളിയാണ്. അമ്പാലൊക്കെ റേറ്റ് കുറവ്, നല്ല വയറാണ്. നമുക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് പേര് മസാല ദോശ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഇതായില്ല. പക്ഷെ നമ്മളിതാക്കി ബർഗറാണ് കഴിച്ചു കൊടുത്തത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബർഗറാണ്. അവര് ഇപ്പം വന്നാൽ ഞാൻ എന്താ ഫോട്ടോ വീഡിയോ കാണിച്ചത്. ഓക്കെ, ബർഗർ പഞ്ചാബ് ബർഗർ. ഇതൊരു സോസ് ഉണ്ട്, തൈരും ഇവിടുത്തെ മെയിനാണ് തൈര്. എല്ലാത്തിനും തൈര് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സോസിൽ കൂട്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ നമ്മളൊരു ബാംഗ്ലൂരിൽ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ഇതെങ്കിലും ഇവിടെ ഇവർ തിന്നുന്നത്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് പലതും വിചാരിക്കും. അതെ, ഓരോ നാട്ടിലെത്തുമ്പോഴാണല്ലോ. പുഷ്ക മാത്രമാണ് കയറിയിട്ട് കണ്ടത്. അല്ല, പഞ്ചാബിലാണ്. പഞ്ചാബിലാണ്, പഞ്ചാബിലല്ല എന്നാണ് പറ, പഞ്ചാബിലല്ല എന്നാണ്. എന്താണ് ഇതറിയില്ല? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഇതാണ്. ഇവിടെയാണ് ജൂത്ത കൊടുക്കാം. ഇതെന്താക്കുക, ഈ സൈഡിലൂടെ തന്നെ കയറാൻ പറ്റും. വാ, അയ്യോ വൈ. ആ, നിങ്ങളെവിടെ ഉണ്ടാ? കൊല്ലം കാര്യാ? ഇത് വേറൊന്നുണ്ട്. ഇതാണ്ട ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിൾ ഉള്ളിൽ എനിക്ക് കാണാം. ബാലാബാഗിൻ്റെ അടുത്തുള്ളത് ജമാ മസ്ജിദ്. ഇത് ഇറങ്ങുന്ന ഭാഗത്തായിട്ടുള്ളതാണ്. എന്താക്കാൻ പറ്റുമോ, നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, എന്നാ കോട്ടക്കല്ല് കൊണ്ടുപോണ്ടി വരും. ഇതിവിടെ അവിടുത്തെ പഞ്ചാബിയാണ് ചാട്ടുന്നത് ഇവന്. ഇതെല്ലാം എന്ത് പിന്നെ ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? ഗുഡ്. എന്താണ്ടാ എന്താണ്ടാ അവർ നോക്കി നല്ല നോക്കി പോന്ന അന്താ പോന്ന പോന്നാ. ഹലോ ഗായ്സ്, മുന്നിൽ ചാട്ടുന്നവർക്ക് അവാർഡ് കൊടുക്കണമെന്നാണ് നമ്മുടെ സിംഗ് പറയുന്നത്. മല്ലു സിംഗ് അല്ലേ? അതെത്തിയല്ല നമ്മുടെ സ്ഥലം. ഷാഖാരി ബോർഡറിലേക്കുള്ള ഏകദേശം അരമണിക്കൂറുണ്ട്. ഇല്ല, 5 മണിക്കൊക്കെ അവിടെ എത്താം. 5:05 സീറ്റ് എത്തിക്കഴിഞ്ഞാല് 6 മണിയോടെയാണ് കലാപരിപാടി. മുന്നേ 5 മണിക്കാണ് ഡാൻസും പാട്ടും അങ്ങനെ തന്നെ ആക്കി. വള്ളം കളിയാ അതെല്ലാം. പിന്നെ മറ്റേ സൺസെറ്റിനോട് ഇതാകുമ്പോ 6 മണി 6:15 അങ്ങനെ അറിയില്ല. അതല്ല അതെല്ലാം കാണാം. അതെല്ലാം കാണാം. നമ്മുടെ ടൂറിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ അല്ലേ ഇത്? ഇതൊന്നും എല്ലാവരും കൊണ്ടുപോകില്ല. ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത നമ്മള് കുറഞ്ഞ ചെലവില്, കാരണം ഇന്ത്യ അറിയാമല്ലോ. അല്ല, ഇന്ത്യന്റെ മെയിൻ ചരിത്ര ഭൂമികളൊക്കെ നമ്മൾ കാണാം. ഇതിപ്പം പാകിസ്ഥാൻ ഇന്ത്യന്റെ അതിർത്തി കാണാം. അതെ അതെ. ബോംബെ നമ്മൾ ഇന്ത്യ ഗേറ്റ് കണ്ടു. അതെ. ഇനിയിപ്പോ നാളെ ഡൽഹിയിലുള്ള ഇന്ത്യ ഗേറ്റ് കാണാം. ഗേറ്റുകൾ കാണിക്കാണ്. നമ്മൾ അട്ടാരി ബോർഡറിൽ ഒരു 3 കിലോമീറ്റർ മുന്നേ ഉള്ള ഒരു ധാബയിലുള്ള ഫുഡ് പോയിന്റ് AC ഹാൾ, ഫേമി ഹാൾ 68-62.
ഓക്കെ ഇവിടെ ഓക്കെ 68-62 ഓണർ കൂടിയാണ്. നമുക്ക് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ നൈറ്റ് ഫുഡ് ഇതാക്കിയതാ. ഓക്കെ ഇൻഷാല്ലാ. ഓക്കെ അത് മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങളുണ്ട്. ബാത്റൂം റീഫ്രഷ് ആവാനും നിസ്കരിക്കാനുള്ള സൗകര്യം ബേക്കുണ്ട്. പിന്നെ നല്ല ചുറ്റും നല്ല സൗകര്യമുണ്ട്. നല്ലൊരു ഇതുണ്ടല്ലോ, ഒരു ആംബിയൻസ് നല്ല പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. ഓക്കെ ഓക്കെ ശരി. ഞാൻ ഇത് വെച്ചിട്ടില്ല. ഞാൻ എന്താക്കി മറ്റേ അയാള് ഇത് പറഞ്ഞുതരാം. പിന്നെ ഇത് കൂടുതലായിട്ട് ഞാൻ ഇതിനെ കൊണ്ട് കളിയാ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കഴിക്കലുണ്ടായിരുന്നു. അതല്ല എനിക്ക് സങ്കടം. നമ്മുടെ അട്ടാരി ബോർഡർ ഇപ്പഴെല്ലാം ഇതല്ല സ്പീഡ്ക്കാരല്ല അട്ടാരി ബോർഡറിൽ എന്താണ് ഞാൻ. ഓക്കെ എന്താണ് ഹായ് പറ, ഹായ് പറ, പറയണേ അറിയില്ല, ഹായ് പറയൂല. ഇതാണ് ഇന്ത്യൻ ബോർഡർ. എന്താണ് എന്താണ് ഇതാണ് ഇന്ത്യൻ ബോർഡർ കേട്ടോ. നോക്കണം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇതാണ് ഇന്ത്യൻ ബോർഡർ എന്ന്. ഇവിടുന്ന് ലാഹോറിലേക്ക് 22 കിലോമീറ്റർ അട്ടാരി ബോർഡർ. ഓക്കെ ആസാദി അട്ടാരി ബോർഡർ കേട്ടോ, ഇന്ത്യൻ ബോർഡർ. നിന്നോ ഇതല്ല അട്ടാരി ബോർഡർ. ഭാഗം എങ്ങനെയുണ്ടെന്നു? സൂപ്പറല്ല. എന്താണ് പറയുന്നുണ്ട്? എന്താണ് പറയുന്നുണ്ട്? എന്താണ് പറയുന്നത്? എന്താണ് പറ. എന്താ പറയണ്ട? ഹരി ഹായ് എന്ന് പറ. ഹലോ എന്ന് പറ. ഹലോ എന്ന് പറ. ഹലോ എന്ന് പറ. വേണ്ട ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നേടാ. ഭക്ഷണം നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചു. രാവിലത്തെ മസാല ദോശയ്ക്ക് ശേഷം വൈകുന്നേരം പരിപ്പും പൊറാട്ടയും 45 ഉറുപ്പിക. രാവിലെ തന്നെ പകരം കിട്ടിയത് 90 ആക്ക് വേണ്ട കറിയോ നമ്മളെ തേങ്ങ കുടിക്കല്ലേ ശരിയല്ലേ? പറ പറ. അങ്ങനെ 4-ാമത്തെ ദിവസം പഞ്ചാബ് യാത്ര അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് പഞ്ചാബ് യാത്ര എന്തായി? അവസാനിച്ച്. അനുഭവങ്ങളായി തന്നെ അറിയണം, അല്ലാണ്ട് ഇപ്പം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂല. ഇതാണ് നമ്മള് ഇങ്ങനത്തെ ഒരുപാട് ടുക്ക് യാത്രകളൊക്കെ നമുക്ക് എന്താക്കിയിട്ടുണ്ട്, ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോ ഇതാ ഇനി നമ്മളെ യാത്ര ഡൽഹിയിലേക്കല്ല, ഡൽഹിയിലേക്ക് 1 മണിക്കാണ് യാത്ര എന്നാ പറയുന്നത്. 9 മണിക്ക് ഇപ്പൊ എത്തി. 1 മണിക്കൂർ 4 മണിക്കൂർ ബാക്കി. ആയിക്കോട്ടെ. എന്നാല് ഇനി മറ്റേ നമ്മളെ മീഡിയ വിങ്കാണ് ഇഷാവ് നിസ്കരിക്കാൻ വേണ്ടിട്ട് അമീർമാരെ കൂടെ മസ്ജിദ് ഖൈറുദ്ദീൻ, പഞ്ചാബ് അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിളിന് അടുത്തുള്ള ജമാ മസ്ജിദായത്. മസ്ജിദ് ഖൈറുദ്ദീനിൽ വന്നതാണ് കേട്ടോ. നല്ല പള്ളി, നല്ലൊരു ഹാളാണ് ഇത് സംഭവം. അതിന് പള്ളീൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ട്. ഇവിടുന്ന് എന്താക്കാൻ പറ്റും, പുതുവെടുത്ത് നല്ല ഹൗസുണ്ട്. പുതുവെടുത്ത് നമുക്ക് എന്താക്കാൻ നിസ്കരിക്കാൻ പറ്റും. ഇവിടെ ചെറിയ മുസാഫർ ഖാനെ പോലെ നിസ്കാനുള്ള സൗകര്യം ഉണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ മറ്റേ കൊടുത്ത മദ്രസയിലെ കുട്ടിയൊക്കെ തിരിക്കുന്നത്. നമുക്ക് എന്താക്കാം, ആദ്യം നിസ്കരിക്കും അല്ലേ.